പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇത് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന് ലഭിച്ചിട്ടുള്ള അറിയിപ്പാണ് എന്നുള്ളതാണ്. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ, പ്രത്യേക ക്രിമിനൽ പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് അതിന്റെ മുകൾ ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ബുധനാഴ്ച 2025 ജൂലൈ 16 നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്ന 2018 ADCJ കേസ് നമ്പർ 68 ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ച് പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നതുവരെ കുറ്റവാളി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷാ തീയതി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആ ഡോക്യുമെന്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. ശ്രീ തുറരാം. തീർച്ചയായും അത് ഈ ഇത്തരം ഇത് തന്നെയാണ് ഈ സന്തോഷകരമായ കാര്യമെന്ന് നമ്മൾ ഈ പറയുന്നത്. കാരണം അനിൽക്ക ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആദ്യം അനിൽക്കയുടെ ഇത് കാണുമ്പോൾ ഇത് ശരിയായിരിക്കുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഞാനത് ആ സമയത്ത് കാണുന്നത്, ഏതാണ്ട് 1 മണിക്ക് മുൻപായിട്ട്. പക്ഷേ വളരെ പെട്ടെന്നാണ് ആ റിപ്പോർട്ട് വസ്തുതയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇത് റിപ്പോർട്ട് ചെയ്യുകയും അനിൽക്ക അത് വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വളരെ വാസ്തവമാവുകയും ചെയ്തു എന്നുള്ളത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. റീത്ത, അത് മാത്രമല്ല ഒരു കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്യട്ടെ. നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ആധികാരികമായി വാർത്ത എത്തിക്കുക എന്നുള്ളത് ന്യൂസ് മലയാളത്തിന്റെ ഒരു മുഖമുദ്രയാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വാർത്ത കൊടുത്തതിന് ശേഷം ഒരുപാട് സമയത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നതും ദേശീയ മാധ്യമങ്ങൾ, എന്തിന് മറ്റു മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ വാർത്ത സ്ഥിരീകരിച്ച് പുറത്തുവിടുന്നതും അതിനുശേഷമാണ് എന്ന് സാന്ദർഭികമായി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ഞാനത് ഇനി ഇതിലേക്ക് വന്നാൽ കാന്തപുരത്തിന് ലഭിച്ച ഈ ലെറ്റർ ഒരുപക്ഷെ ഇത്രയും ഔദ്യോഗികമായി നമ്മളുടെ സർക്കാരിന് പോലും ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുതാപരമായ കാര്യം. കാരണം കാന്തപുരം നടത്തിയ ഇടപെടൽ അതിൽ എത്രത്തോളം വസ്തുതയുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഇടപെടൽ എത്രത്തോളം സഫലമാണ്, അത് എത്രത്തോളം സാർത്ഥകമാണ്, നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് അദ്ദേഹം നേടിത്തന്നിരിക്കുന്നു എന്നുള്ളത് ഈ കത്ത് വായിച്ചാൽ വ്യക്തമാവുന്നതാണ്. ഞാൻ അതിന്റെ മലയാളം വായിച്ചു നോക്കുകയായിരുന്നു. ശരിക്കും ഒരുപക്ഷെ നമ്മൾ ഏറെക്കുറെ നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ, പിന്നെ മർക്കസിനും തങ്ങൾ പറഞ്ഞ പോലെ ഏതാണ്ട് നമ്മൾ മോചനത്തിൽ എത്തുന്നു എന്നതിന്റെ സൂചനയാണ്. കാരണം ഒരുപക്ഷെ ഇത്തരത്തിൽ ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും അവിടുത്തെ സന്യാസിവര്യന്മാരുമായി നേരിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ വധശിക്ഷയിൽ ഇളവ് എന്നുള്ളതിൽ നീട്ടിവെക്കാൻ പോലും അവർ തയ്യാറാകുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് നാളത്തെ ഡേറ്റ് തീരുമാനിച്ച് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. നമ്മളുടെ പ്രതീക്ഷ എന്നുള്ളത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഏറെക്കുറെ സഫലമാകുന്നു എന്നുള്ളതാണ്. ആ സന്യാസിവര്യന്മാരുമായി അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രായശ്ചിത്തം എന്നുള്ളത് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കുടുംബത്തിലേക്കാണ് എത്തേണ്ടത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി നമുക്ക് വളരെ വേഗം തന്നെ കുടുംബത്തിലേക്ക് എത്താൻ കഴിയും. ഏതാണ്ട് അവരുടെ തർക്കം അതൊരുപക്ഷെ ചില കുടുംബങ്ങളിൽ ഉള്ളതുപോലെയുള്ളൊരു ചെറിയ തർക്കങ്ങളായിരിക്കാം, നമുക്കറിയില്ല. എന്നാൽ പോലും ഗോത്ര സമൂഹത്തിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ, വലിയ നിയമങ്ങൾ, വലിയ പ്രാകൃതമായ നിയമങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതെന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ആ നിയമങ്ങൾക്കപ്പുറത്തേക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക, അവരുടെ മതപരമായ ചിന്തകൾക്കപ്പുറത്തേക്ക് മനുഷ്യത്വത്തെ, മാനവികതയെ അവരെ ബോധ്യപ്പെടുത്തുക. ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ, ഒരു വീട്ടമ്മയുടെ, ഒരു അമ്മയുടെ ജീവനാണ് വലുത് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. അതിനെന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ അവരെ സമ്മതിപ്പിക്കുക. ഇനി അതാണ് വേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നുണ്ടാകുമായിരിക്കാം. ആ പ്രതീക്ഷയിലാണ് വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഇടപെടൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ, തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ കൺമുന്നിൽ ആ പ്രതീക്ഷയുടെ വാക്കുകൾ, ആശ്വാസകരമാകുന്ന വാക്കുകൾ, മാപ്പ് നൽകി കഴിഞ്ഞു ആ കുടുംബം എന്നുള്ള വാക്ക് നമ്മൾക്ക് കേൾക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. ഒപ്പം തന്നെ ഇന്ത്യൻ സർക്കാരിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു സാധാരണ മനുഷ്യന്റെ വലിയ ഇടപെടൽ എന്ന് വേണം പറയാൻ. പക്ഷേ ഇന്ത്യൻ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്കുള്ള വലിയ ഇടപെടലാണ്. ഞാൻ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം വെറും സാധാരണ മനുഷ്യനല്ല, മനുഷ്യത്വത്തിന്റെ വലിയ പ്രതിരൂപമായി വലിയ സാമുദായിക ബന്ധങ്ങളുള്ള ഒരു മതത്തിന്റെ വലിയ പ്രവാചകൻ, ആ രൂപത്തിൽ കണക്കാക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക്, ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയാവുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് വലിയ ഇടപെടൽ എന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. അതിനപ്പുറത്ത് ഇനി ചെയ്യാൻ കഴിയുന്നത് ഈ രാജ്യത്തിനാണ്, ഈ സർക്കാരിനാണ്. നമ്മുടെ സർക്കാരിന് വലിയ കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. കാരണം സമാന്തരമായ ഇടപെടൽ ഉറപ്പായി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവർ വേഗം ചോദിക്കുന്നത് ദിയാധനമാണ് എങ്കിൽ, ബ്ലഡ് മണി ആണ് എങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പ് അങ്ങനെയാണല്ലോ. അവർ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ അതിന് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇതിലൊരു വലിയ കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ഉടൻ തന്നെ ബ്ലഡ് മണി വേണം, തന്നാൽ മാത്രമേ ഉടൻ മോചിപ്പിക്കുകയുള്ളൂ എന്നൊരു വാക്കാണ് അവിടെ നിന്ന് യമനിൽ നിന്നും ആ ഗോത്ര കുടുംബത്തിൽ നിന്നും വരുന്നതെങ്കിൽ, ആ ഹൂതി കുടുംബത്തിൽ നിന്നും, ആ ഹൂതി സമുദായത്തിൽ നിന്നും, ഹൂതി വിഭാഗത്തിൽ നിന്നും വരുന്നതെങ്കിൽ നമ്മളതിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം.
അതിന് ഈ സർക്കാർ, ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും വലിയ ഇടപെടൽ, ഒരു ആഗോള തലത്തിലുള്ള അന്തർദേശീയ തലത്തിലൊരു ഇടപെടൽ നടത്തി ഒരാളെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ പോലും ഒരുപക്ഷെ ഒരാളെ വിട്ടയക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഉള്ള കാലത്താണ് നമുക്കറിയാം ഈ റഷ്യയിലും യുക്രൈനിലും ഇറാനിലും ഇസ്രായേലിലും പാലസ്തീനിലുള്ള ഹമാസിന്റെയും ഇസ്രായേലിൽ നിന്നുള്ള ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ആളുകളെയൊക്കെ മോചിപ്പിക്കാൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഇവിടെ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയെ, ഒരു വീട്ടമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ ഇടപെടൽ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഇടപെടേണ്ടത് സർക്കാരാണ്. ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്ന ഇടത്ത് മാനവികത ജയിക്കുന്നു, മനുഷ്യൻ ജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ശക്തമായി തന്നെ ഇടപെട്ടു. ഇന്ത്യൻ സർക്കാർ, കേരള സർക്കാർ എല്ലാം തന്നെ വളരെ ശക്തമായി തന്നെ ഇടപെട്ടു. പക്ഷേ ആ ഇടപെടലിന് ഒരു പ്രതികരണം ഉണ്ടാകാൻ അവിടെ ഒരു സർക്കാരോ ഭരണ സംവിധാനങ്ങളോ നമ്മുടേതുപോലെ ഒരു ജനാധിപത്യ സംവിധാനവും ഇല്ല. അവിടെ മതനിയമങ്ങൾക്ക് അനുസൃതമായി പോകുന്ന ഒരു രാജ്യമാണ്. മതനിയമങ്ങൾക്ക് അനുസൃതമായി പോകുന്ന മറ്റു രാജ്യങ്ങളെക്കാളും രൂക്ഷമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. വിമത ശല്യമുള്ള ഒരു രാജ്യമാണ്. അവിടെ മാനവികതയുടെ സന്ദേശം ഉയർത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ ഉത്തരവായി പുറത്തു വന്നിരിക്കുന്നത്. തൂക്കുകയറിന് മുന്നിൽ നിന്ന് നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളി യുവതിയെ, വനിതയെ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും രക്ഷിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. നാളെ നടപ്പാക്കാനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിന്റെ ഉത്തരവാണ് പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ കഴിഞ്ഞ 1.5 മണിക്കൂറായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അനൽക സെയ്ദ്, നാഷണൽ ബ്രേക്കിംഗ് നടത്തിയ അനൽക സെയ്ദ്, ഒപ്പം തന്നെ ശരത് ലാൽ എന്നിവരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.